ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ്. ഇത് ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. പോകുന്നത് തൊട്ട് ആ ഒരു കംപ്ലീറ്റ് 2-3 ഡേയ്സിൻ്റെ വീഡിയോ ഇതിൽ ഒറ്റ വീഡിയോ ആക്കി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടാക്കി അപ്ലോഡ് ആക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അങ്ങനെ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് ലോങ് ആയി പോകാൻ ചാൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ രാവിലെ 4 മണിക്കാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം മോള് നല്ല ഉറക്കത്തിലാണ്. എന്തായാലും ഈ ഏർലി മോർണിംഗ് ഇങ്ങനെ കാറിലിങ്ങനെ യാത്ര ചെയ്യാം, അതും കാടിലെ നടുക്കിലൂടെ പോകാമെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാട്ടിലേക്ക് കൂടിയുള്ള യാത്ര. അപ്പോൾ ഫോറസ്റ്റ് കയറാൻ 6 മണിക്ക് എത്തണം. അപ്പോൾ ആ ഒരു ടൈം നോക്കിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഫോറസ്റ്റ് ഗേറ്റ് ഓപ്പൺ ആവുന്ന ടൈമിൽ എത്തിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്കിതൊരു മാനിനെയൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് എത്തി. കാര്യമായിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല കാണാൻ, രാവിലെ തന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം മാനും അങ്ങനെ എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടായിരുന്നു കാട്ടിലേക്ക് പോയത്. കാട്ടിൽ ഓവർ സ്പീഡ് പോകാൻ പാടില്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ കാട് കടന്ന് ഗുണ്ടൽപേട്ടിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. അവൾക്ക് കാടൊന്നും കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ എഴുന്നേൽപ്പിക്കാൻ നിന്നില്ല, എന്തായാലും ഉറങ്ങുന്നത് തന്നെയാണ് സുഖം. കുറേ സമയം ഉറങ്ങാൻ കഴിയുമല്ലോ. രാവിലെ നല്ല മൂഡായിട്ട് എഴുന്നേറ്റാൽ അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ട് എത്തി. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു സീസൺ ആയതുകൊണ്ട് അതൊക്കെ റോഡ് സൈഡൊക്കെ നല്ല കാണാനുണ്ടായിരുന്നു. കുറച്ചുകൂടി ഉള്ളോട്ട് പോയാലാണ് നല്ല മറ്റേ സൺഫ്ലവർ ഗാർഡനൊക്കെ കാണാൻ പറ്റുക. ഞങ്ങളങ്ങനെ ഉള്ളോട്ട് പോകാൻ നിന്നില്ല, കാരണം ഞങ്ങൾക്ക് വേറെ പ്ലാൻ ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് കണ്ട മേരിഗോൾഡ് ഫീൽഡും സൺഫ്ലവർ ഗാർഡനൊക്കെ കണ്ടു. അങ്ങനെ മോൾ എണീറ്റു. അപ്പോൾ അവൾ കുറച്ച് സമയം അവൾക്ക് ഫീഡൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ കുറച്ച് സൈഡാക്കിയിരുന്നു, റെസ്റ്റ് ചെയ്തു. അവൾ നല്ല മൂഡിലാണ്, ട്രിപ്പ് മൂഡിലാണ്. അങ്ങനെ ഞാൻ അവളുടെ സൺഗ്ലാസ്സൊക്കെ ഇട്ട് കൊടുത്ത് വെറുതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഗുണ്ടൽപേട്ട് ഒരു ഹോട്ടലിൽ കയറി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉള്ളോട്ട് പോയി നോക്കണോ, സൺഫ്ലവർ ഫീൽഡ് കാണാൻ പോകണോ എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. പിന്നെ ബാംഗ്ലൂർ എത്താൻ ഞങ്ങൾ വൈകും, അങ്ങനെയെങ്കിൽ വെറുതെ ഒരു ഡേ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഉള്ളിലൊന്നും പോയില്ല. പോകുന്ന വഴിക്ക് കണ്ടൊരു സൺഫ്ലവർ ഫീൽഡ് ഉണ്ടായിരുന്നു, അവിടെ കയറി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളത് മസാല ദോശയായിരുന്നു. മസാല ദോശ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് ഞങ്ങൾ റോഡ് സൈഡ് കണ്ട ഒരു കുഞ്ഞ് സൺഫ്ലവർ ഫീൽഡ്. അപ്പം ഇതിൽ നമ്മൾ കയറാമെന്ന് വെച്ചു, കാരണം വലിയ ഗാർഡനിലൊന്നും കയറി ഉള്ളിൽ കുറച്ച് ഉള്ളോട്ട് പോകണം. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന ആ മെയിൻ വലിയ ഗാർഡനൊക്കെ കാണണമെങ്കിൽ കുറച്ച് ഉള്ളോട്ട് പോകണം. അപ്പോൾ അതിനുള്ള സമയം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കണ്ടതൊന്നിൽ കയറിയിട്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി.
അപ്പം ഞങ്ങളങ്ങനെ ഗുണ്ടൽപേട്ട് പോയി സൺഫ്ലവർ ഗാർഡനൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ ബാംഗ്ലൂരേക്ക് പോവുകയാണ് ഗൈസ്. ഹലോ, നമ്മൾ അങ്ങനെ ബാംഗ്ലൂരേക്ക് പോവുകയാണ്. അതെ അതെ അതെ, നമ്മളൊരു ഡയപ്പർ ചേഞ്ച് കഴിഞ്ഞു, നൈറ്റ് ഡ്രസ് മാറ്റി, ഇപ്പം നമ്മൾ നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച സമയത്ത് തന്നെ എത്താൻ പറ്റി. ഒരു ബ്ലോക്കിലൊന്നും നമ്മൾ പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച അതേ സമയത്ത് ഞങ്ങൾ എത്തി. അങ്ങനെ എല്ലാവരുമായിട്ട് കണ്ട് ഇതൊക്കെ ആര് എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഉറങ്ങി. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി തുടങ്ങി. കാരണം ഈ കുഞ്ഞു മനുഷ്യൻ ഉറങ്ങാതെ ആർക്കും ഉറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രാത്രി 12 മണിയായിട്ട് ഈ മനുഷ്യൻ ഉറങ്ങേണ്ട വിചാരമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നോക്കിയിരിക്കുവായിരുന്നു. എല്ലാവരും കണ്ണിൽ ഉറക്ക് കിടക്കുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ എപ്പോഴോ ഉറങ്ങി എപ്പോഴോ എഴുന്നേറ്റ് ഞങ്ങൾ രാവിലെ പുറത്തൊക്കെ പോകാമെന്ന് വെച്ചാൽ ഇറങ്ങി. അങ്ങനെ അവളുടെ ഫസ്റ്റ് മെട്രോ ട്രിപ്പാണിത്. മെട്രോയിൽ അവൾ ആദ്യമായിട്ട് കയറുവാണ്. ഇതൊക്കെ എന്ത് എന്നുള്ള പോലെയാണ് നിൽക്കുന്നത്. വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ ഇതിന്, ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഏതിലാണ് പോകുന്നതെന്നോ. പക്ഷെ മെട്രോ നീങ്ങി തുടങ്ങിയപ്പോൾ ആൾ ഇതെന്ത് സംഭവം എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു.
ഹലോ ഗായ്സ്, നമ്മൾ കുറച്ച് ബിസിയാണ് ഗൈസ്, പിന്നെ സംസാരിക്കാം. ഓക്കെ ഗൈസ്, ബൈ.